നമ്മളപ്പോ ദേ ഒരു വൺ ഡേ ട്രിപ്പിന് വന്നേക്കുവാണ്. ചേച്ചി നമ്മൾ എവിടെ വന്നിട്ടുള്ളത്? ബെറ്റ്ലാൻഡ്. ഇതാണ് എന്റെ രണ്ട് നാത്തൂന്മാർ. സ്പൈഡേഴ്സ് നോക്കിയാൽ മതി. ചില സ്പെസിഫിക് സ്പൈഡേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല വലിയ നോബറിയാണ്. ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ന്യൂസിലാൻഡില്. നമ്മളപ്പോ ദേ ഒരു വൺ ഡേ ട്രിപ്പിന് വന്നേക്കുവാണ് എല്ലാവരായിട്ട്. ചേച്ചി നമ്മൾ എവിടെ വന്നിട്ടുള്ളത്? ബെറ്റ്ലാൻഡ്. ദേ പീറ്റ്സ ഒക്കെ ആയിട്ടാ വന്നിട്ടുള്ളത്. എവിടെ ടീംസ് എന്തേ? ഫസ്റ്റ് ട്രിപ്പാണ് ഷെറിന്റെയും രേഷ്മയുടെയും കൂടെ. അതെ, ചേച്ചി ഫുള്ള് ചേച്ചിയുടെ ഇത്രയും നാളത്തെ സ്കെഡ്യൂളെല്ലാം നല്ല ഫുൾ ടൈറ്റ് ആയിരുന്നു. അപ്പം ഇന്ന് ലീവിലാണുള്ളത്. അപ്പൊ ഇതാണ് എന്റെ രണ്ട് നാത്തൂന്മാർ. അവര് രണ്ടുപേരായിട്ടുള്ള ട്രിപ്പും എന്റെ ഫസ്റ്റ് ടൈമാണ്. സോ ഇവിടെ ഡക്ക് ഹണ്ടിങ് ലീഗലാണ്. അവരൊരു ടൈം ഇറക്കും. ആ ടൈമിൽ നമുക്ക് ചെയ്യാം ഡക്ക് ഹണ്ടിങ്. പോപ്പുലേഷൻ കുറക്കാൻ വേണ്ടിയാ. നമ്മളിപ്പോ ഇനി കാട്ടിലേക്കാ പോകുന്നത്. ഇവിടെ സ്നേക്സ് ഒന്നും ഇല്ല, എവിടെ വേണമെങ്കിലും പോയിരിക്കാം. പക്ഷെ സ്പൈഡേഴ്സ് നോക്കിയാൽ മതി. ചില സ്പെസിഫിക് സ്പൈഡേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അലർജി പോലെ വരും. അപ്പൊ അല്ലാണ്ട് ഇവിടെ നമുക്ക് കണ്ടുമുട്ടി എവിടെ വേണമെങ്കിലും പോയിരിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഡേഞ്ചറസ് എന്തായാലും സ്പൈഡറാണ്. എവിടെ പോയാലും ഇതുപോലെ കാണാം. വാട്ടർഫോൾ ആണുള്ളത്. ഇതാണ് മരമാണ്. ഓക്കെ, ഇത് അടിപൊളി വാട്ടർഫോൾ ആണുള്ളത്. ഓക്കെ, ഇത്ര നാളെ നിങ്ങള് ഹിൽസും ബീച്ചസും അല്ലേ കണ്ടത്? ഇതൊന്നും കണ്ടോയിക്ക്. ഇത് കിടിലുണ്ടത്. ഇത് ക്ലിയർ വെള്ളമാണ്, കണ്ടോ? അടിപൊളിയായിട്ടത്. കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നത്. Come on, boys, change your dresses.
ബൈ പറയല്ലോ. Look who's driving. ചീപ്പ് ഷോ. അങ്ങനെ നമ്മൾ മറിയാട്ടോട്ടാറിന്ന് നേരെ പോകുന്നുണ്ട്. ഹിൽസൊക്കെ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പൊ see you guys. നമ്മളിതേ അടുത്തുള്ള സ്ട്രോബെറി പാച്ചിലേക്ക് വന്നിട്ടുള്ളതാണ്. പിക്കപ്പ് ഇപ്പൊ ഉണ്ടോ ചേച്ചി? പിക്കപ്പ് നോക്കാം, നമുക്ക് അവിടെ ചേച്ചി ഉള്ളിൽ കയറാൻ പറ്റുമോ? സ്ട്രോബെറി മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഫ്രഷ് വെജിറ്റബിൾസ് ആണോ? വെജിറ്റബിൾസ് ആണ് അവരുടെ ഫാമിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം ഈ ഫാമിലാണോ? ഓ ഈ ക്യാരറ്റ് നോക്കിയത് റെഡ് കളറില. ഇത് ക്യാരറ്റ് ആണ്. ഇത് ക്യാരറ്റ് ആണത്? യാം. ഇതെന്ത് സാധനം? പക്കാ ഫ്രഷ്. ഇതെന്താണ്, വാഴത്തണ്ടാണോ ചേച്ചി? തക്കാളി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ സാധനം. ഇങ്ങനത്തെ നാടൻ തക്കാളിക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രോബെറി ആണ് അല്ലല്ലേ? ഫുൾ അവരുടെ ഫാമാണ്. സ്ട്രോബെറി ചേച്ചി ചോദിച്ചു നോക്കട്ടെ, സ്ട്രോബെറി ഫാമിൽ കയറാൻ പറ്റുമോ? ടീച്ചിങ് നോക്കിക്കേ, എന്ത് ഹൈജീൻ ആയിട്ടാ പറഞ്ഞത്. ഒരു പാക്കേജിലാണ് അതിലുള്ളിൽ ചേർന്ന അതിലുള്ളിൽ അങ്ങനെ തന്നെ. നമ്മളുടെ വട്ടവട പോയ പോലെ ഉണ്ടല്ലേ? വട്ടവടയില് നല്ല അടി. പക്ഷെ അതിനേലൊക്കെ സൂപ്പർ സ്ട്രോബെറി. വട്ടവടയിൽ ഒരു ചെറിയ ഏരിയ മാത്രമല്ലേ? ഇതൊരു കംപ്ലീറ്റ് അത്രയും സ്ട്രോബെറി പാച്ച് ആണ് പറയുന്നത്. അവിടെ നമുക്ക് പെർമിഷൻ ചോദിച്ചാൽ ഉള്ളിൽ പോയിട്ട് വീട്ടിൽ എടുക്കാൻ പറ്റും. ഇത് കണ്ടിട്ട് തന്നെ കടിക്കാൻ തോന്നും. ഇവർ തന്നെ ഷീപ്പ് ഫാം കണ്ട. ഇവിടുത്തെ ഷീപ്പിനെ നമ്മൾ ദൂരെന്ന് കണ്ടുള്ളൂ. അവരെല്ലാരും പേടിച്ചു ഓടുന്നാ പറയണത്. അത് ഞങ്ങളുടെ ഒരു കുന്നുണ്ടായിരിക്കുന്നത് ഒരൊറ്റ മരത്തിന്. വട്ടവടയിലുള്ള സെയിം തന്നെ അതിനേക്കാളും നല്ല വലിയൊരു ലാർജ് സ്കെയിലല്ലേ? ഇതാകുമ്പോഴത്തേക്ക് ഇത് കണ്ട കൊറേ സ്ട്രോബെറി ഒക്കെ നമുക്ക് കാണാൻ തന്നെ പറ്റും. നല്ല വലിയ സ്ട്രോബെറിയാണ്. പക്ഷെ ഇത് നല്ല വലുതായിരിക്കും. പക്ഷെ വേറെ എനിക്ക് തോന്നുന്ന ചെറിയ ചെറിയ ഇത് വന്നിട്ട് കഴിക്കണുണ്ട്. ബേർഡ്സ് ഒക്കെ വന്നിട്ട് ഇത് കഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, കടിച്ചു വെച്ചതുണ്ട്. ഫാമിലെ തന്നെ സ്ട്രോബെറി നല്ല അടിപൊളി വലിയ നല്ല വലിയ സ്ട്രോബെറീസ് ആക്കാം. ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ന്യൂസിലാൻഡില്. അപ്പൊ നാളെ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മള് പോകും. അപ്പം നെസക്കും റിക്കിക്കും വേണ്ടിയിട്ട് ഞങ്ങള് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളതാണ്. എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് നോക്കാം. ഇച്ചാ, എന്ത് ഗിഫ്റ്റാ കൊടുക്കാൻ പോണത്? നമ്മള് പോണതിന് മുന്നേ മെമ്മറബിൾ ആയിട്ട് അവർക്ക് ടോയ്സ് എല്ലാം വീട് മൊത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്ക് നമ്മള് ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ രണ്ടെണ്ണം നല്ല അടിപൊളിയായിട്ട് നല്ല വലിയ സൈസിൽ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നല്ല ഒരു ലാമിനേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള അവർക്ക് എപ്പോഴും വോളിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി, ആ മെമ്മറി എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇതേട്ടാ, നമുക്കപ്പോൾ ക്രിയേറ്റ് പോസ്റ്റേഴ്സ്, ഫോട്ടോ ആഡ് ചെയ്യുക, അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. എന്നിട്ട് നേരെ സംഭവം നമുക്ക് പ്രിന്റ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺ പ്രിന്റ് എടുക്കാൻ പോവുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, നമ്മളങ്ങനെ വെയർ ഹൗസിൽ വന്നേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങണം. നാട്ടിലേക്കുള്ള എല്ലാ പരിപാടിയുമായി. നാളെ പാക്കിങ് എല്ലാം തീർത്ത് നാളെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് നമ്മൾ നേരെ ഓക്ലാൻഡിൽ. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. ഇതുണ്ട് ഇവിടെ ഹാലോണ്ടേൻ്റെ കുറെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ആൾക്കാരെല്ലാവരും കൊമ്പൊക്കെ വെച്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം. ഇവിടെ സെൽഫ് ചെക്ക് ആണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതും വന്നപ്പോഴും നേരെ അലക്കാൻ വേണ്ടി എത്തി. ഇപ്പൊ അതെ, വൈൻഡപ്പും അലക്ക് കടയിൽ തന്നെ അല്ലെ, ലോണ്ടറി ഷോപ്പ്. റെഡി 1 2 3 അവിടെ വയ്ക്കുക. അങ്ങനല്ല, കൂളായിട്ട് ഇങ്ങോട്ടല്ല നോക്കണ്ട, അങ്ങോട്ട് കുളിഞ്ഞിട്ട് നോക്കല്ലേ കേട്ടോ എന്താ ഗിഫ്റ്റ് എന്ന്. ഓൾറെഡി കണ്ടോ നിങ്ങള്. അപ്പൊ ഓക്കെ ഗൈസ്, ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കണ്ട. അപ്പൊ നമ്മുടെ ന്യൂസിലാൻഡ് സീരീസ്, അതായത് മൊത്തത്തിലുള്ള ഈ കറക്കം അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതെ,
അപ്പൊ ഇത്രയും ദിവസത്തെ ആ മെമ്മറി എല്ലാം തന്നതിന് ഫസ്റ്റ് തന്നെ നമുക്ക് ആൾട്രിക്കിനെ നെസേനെ ഇങ്ങോട്ട് വിളിക്കാം. അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത് നമുക്ക് ഇവിടെ നേരെ പാക്ക് ചെയ്ത് പോവാം. അതെ. കണ്ണടച്ചേ, ഇങ്ങോട്ട് അടുത്തു വാ. അടുത്തോ എന്നാ ഇറക്കി ഇങ്ങോട്ട് വാ. ഇനി മിസ്റ്റേക്കും ജിഷക്കൂട്ടാ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നാ മതി. കണ്ണടച്ചോ കേട്ടോ നിങ്ങള്. മിസ് ചേച്ചിക്കും മിനിച്ചേട്ടനും. അതെ. ഇന്ന് ഫ്രെയിമിലേക്ക് കാണിച്ചു കൊടുത്തേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആട്ടാ. അപ്പൊ ഇതാണ് സാധനം, നമ്മളുടെ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ. അപ്പൊ ഞങ്ങളപ്പോ ഇറങ്ങണേണ് നേരെ ഓക്ലൻഡ്. അപ്പൊ ചേട്ടാ സിയോ സിയോ. അപ്പൊ മമ്മീനെ സൂക്ഷിക്കുക, മമ്മീനെ സൂക്ഷിക്കുക. ഓക്കെ സിയോ. അപ്പൊ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പോരും. അപ്പൊ ഇറങ്ങിയാലും രേഷന. അപ്പൊ എല്ലാരും കൂടി നമുക്കൊരു ബായ് പറഞ്ഞാലേ. ഓൾറൈറ്റ്, ക്യാമറ സേ ബൈ ടു ക്യാമറ. ബൈ. തിരിച്ചു പോയതും നമ്മൾ ഓക്ലാൻഡ് വഴി തന്നെയായിരുന്നു. നിശ്ചയിച്ചിട്ട് ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അതുവഴി നമ്മൾ കുറെ പ്ലേസസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റി. പക്ഷെ അതൊന്ന് ഷൂട്ട് ചെയ്ത് കവർ ചെയ്യാനായിട്ടുള്ളൊരു ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നില്ല നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നത്. കുറച്ച് നാൾ നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള ഒരു ഗുഡ് മൊമെന്റും അതെല്ലാം വിട്ട് അവരെയൊക്കെ നമ്മൾ പുറകിൽ വിട്ടിട്ട് ട്രാവൽ ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. സോ കൂടുതൽ ടൈം ഇമോഷണൽ ആയിരുന്നു, അതുകൊണ്ട് കൂടുതൽ കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. 2 തവണ നമ്മൾ ഓക്ലാൻഡ് വിസിറ്റ് ചെയ്തുവെങ്കിലും വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റും പോകുമ്പോൾ ഉണ്ടായ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നമുക്ക് ഒന്നും തന്നെ അത് കവർ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് ഇനിയൊരു ന്യൂസിലാൻഡ് ട്രിപ്പ് പോകാൻ പറ്റുവാണെങ്കിൽ ഷുവറായിട്ടും നമ്മളൊരു ഓക്ലാൻഡ് കുറച്ച് കൂടുതൽ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് ന്യൂസിലാൻഡ് സീരീസിന്റെ. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത പാർട്സ് ഒന്നും കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഡു വാച്ച്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ന്യൂസിലാൻഡ് സീരീസ് കഴിഞ്ഞാണ് നേരെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നേരെ ഇപ്പോൾ എയർപോർട്ടിലേക്കാണ്. നമുക്ക് 11 മണിക്കാണ് ഫ്ലൈറ്റ്. 8 മണിയായി വിടാം. 8 മണിക്ക് നേരെ എയർപോർട്ടിൽ ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ ന്യൂസിലാൻഡ് മൊത്തത്തിൽ കഴിയുകയാണ്. പക്ഷേ മനസ്സുകൊണ്ട് വിട്ടു വന്നിട്ടില്ലല്ലോ ഇപ്പോഴും ന്യൂസിലാൻഡിൽ നിന്ന്. ശരിക്കും പോരാൻ തോന്നല്ല. പിന്നെ എന്താ പറയുക, നാട്ടിൽ പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളെല്ലാം ഇതാവും. അപ്പോൾ ന്യൂസിലാൻഡിൽ ഇനിയിപ്പോൾ എയർപോർട്ടിൽ ചെല്ലുന്നു. ന്യൂസിലാൻഡ് എയർവേസ് ആണ്. അതിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ ഈ സീരീസ് അങ്ങനെ കഴിയും. ഇനി അടുത്തതെന്ന് വെച്ചാൽ സിംഗപ്പൂർ സീരീസ് ആയിരിക്കും. അത് ഇതിൻ്റെ പുറകെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്.